ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ബാർക്കോഴ വിവാദം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് വിധി നിർണായകമായ തെളിവുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തെളിവ് പുറത്തേക്ക് വിട്ടത് ബിജു രാധാകൃഷ്ണനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നലെ തെളിവുകൾ പുറത്തേക്ക് വിടും. അദ്ദേഹം വാക്കു പാലിച്ചു. പൂർണ്ണമായും പാലിച്ചു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി പാലിച്ചിട്ടില്ല. എങ്കിലും രണ്ട് ഫോൺ സംഭാഷണ ശകലങ്ങൾ അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്തത്. ഒന്ന് PC ജോർജുമായി നടന്ന സംഭാഷണമാണ്, മറ്റൊന്ന് ബാലകൃഷ്ണപിള്ളയുമായി നടന്ന സംഭാഷണം. രണ്ടും കേരള കോൺഗ്രസിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഇരുവരുമായി ഡോക്ടർ ബിജു രമേശ് നടത്തിയ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് കൂടുതൽ കുരുക്കായിത്തീരുന്നു. മാണി സാറിന് 2014 മാത്രമല്ല 2015 നല്ല വർഷമല്ല എന്ന് തോന്നുന്നു. തുടക്കത്തിൽ തന്നെ കൂടുതൽ കുരുക്ക് മുറുകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിനെതിരായി പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടും കേരള കോൺഗ്രസിലെ നേതാക്കളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണ് PC ജോർജ് ബിജു രമേശിനോട് പറഞ്ഞത്? സിറാജ് എന്ന പത്രം കാണുക, അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ബാർക്കോഴ ബാലകൃഷ്ണപിള്ളയുടെയും ജോർജിൻ്റെയും സംഭാഷണ കുരുക്കും എന്ന ശീർഷകത്തിൽ സചിത്രമായി നമുക്ക് ലഭിക്കുന്ന സിറാജിൻ്റെ ലീഡ് വാർത്തയിൽ സിറാജ് പറയുന്നത് ഇങ്ങനെയാണ്: കേസിൽ മൊഴിമാറ്റാൻ ബിജു രമേശിനെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്ന PC ജോർജിൻ്റെ വാദം കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് PC ജോർജുമായുള്ള സംഭാഷണം. നവംബർ 2 ബിജു രമേശുമായി ജോർജ് നടത്തിയ ഫോൺ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന ആവശ്യവുമായാണ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് ജോർജിന് അറിവുള്ളതാണല്ലോ എന്ന ബിജുവിൻ്റെ ചോദ്യത്തിന് ചിരിയായിരുന്നു മറുപടി. മാണി സാറിനെ രക്ഷിക്കാൻ താൻ പലതും പറയുമെങ്കിലും അതിലൊന്നും കാര്യമില്ലെന്നും ജോർജ് പറയുന്നുണ്ട്. മാണി കോഴ വാങ്ങിയെന്ന ബിജുവിൻ്റെ ആരോപണം സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് PC ജോർജ് പറഞ്ഞത്. ഇനി ബാലകൃഷ്ണപിള്ള പറഞ്ഞത് എന്തൊക്കെയാണ്? അതും ഈ പത്രം ഈ ലീഡ് വാർത്തയിൽ തന്നെ തരുന്നു, കാണുക. ധനമന്ത്രി KM മാണി ബാറുടമകളിൽ നിന്നും മറ്റ് വ്യവസായികളിൽ നിന്നും കോടികൾ പിരിച്ചെടുത്തത് തനിക്ക് അറിയാമെന്ന്, കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടണമെന്ന്, ബിജു രമേശ് മുന്നോട്ട് പോകണമെന്ന് ഒക്കെയാണ് സംഭാഷണത്തിൽ ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം നടത്തണം. നെല്ല് കച്ചവടക്കാരിൽ നിന്നും, സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്നും, റൊട്ടി കച്ചവടക്കാരിൽ നിന്നും, കള്ള് കച്ചവടക്കാരിൽ നിന്നുമൊക്കെ മുറ പോലെ മുച്ചൂടും പണം പിരിച്ചയാളാണ് KM മാണി എന്നാണ് ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. ബജറ്റ് വിറ്റ് കാശാക്കിയ ധനമന്ത്രി എന്നാണ് പിണറായി വിജയൻ KM മാണിയെ ആരോപിച്ചിരിക്കുന്നത്. എന്തെന്നാൽ ബജറ്റിൽ ഏതിനൊക്കെയാണ് നികുതി കൂടാൻ പോകുന്നത്, കുറയാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ചോർത്തി പിണിയാളുകളെ അയച്ച് അവരിൽ നിന്ന് ലാഭം കൊയ്യുന്ന തരത്തിൽ നെല്ല് കച്ചവടക്കാർക്ക് ലാഭം കൊയ്തു കൊടുക്കും, പകരം ഇത്ര കോടി രൂപ തരണം. സ്വർണ്ണ കച്ചവടക്കാർക്ക് ലാഭം കൊയ്തു കൊടുക്കും, പകരം ഇത്ര കോടി രൂപ തരണം. അങ്ങനെ കോടികൾ ചില്ലറയായി പിരിച്ച് പണമുണ്ടാക്കുന്ന മൃഗയാ വിനോദത്തിലാണ് KM മാണി സാർ ഏർപ്പെട്ടിരുന്നത് എന്ന് ഇന്ന് ഏകദേശം വ്യക്തമാക്കപ്പെടുന്ന തരത്തിലാണ് വിവാദങ്ങൾ വളരുന്നത്. ആ സാഹചര്യത്തിൽ 2 പേർ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നയാളും ഇപ്പോൾ ഉള്ളയാളും ചേർന്ന് 2 പേർ തന്നിരിക്കുന്ന വിശേഷങ്ങളാണ് അതേ സംബന്ധിച്ച് നമുക്ക് ഇന്ന് വായിക്കാൻ കഴിയുന്നത് പത്രലോകത്തിൽ. ഉമ്മൻചാണ്ടിയോട് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ താൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നും, വിശദീകരിക്കുന്ന സമയത്ത് ക്ലിഫ് ഹൗസിൽ പോയി വിശദീകരിക്കുന്ന സമയത്ത് തനിക്കൊപ്പം മുൻ മന്ത്രി ഗണേഷ് കുമാർ തൻ്റെ പുത്രനും ഉണ്ടായിരുന്നുവെന്നും ബാലകൃഷ്ണപിള്ള ഇന്നലെ വെളിവാക്കിയിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ഒരു കുലുക്കവുമില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു അഭിമുഖം നടന്നിട്ടില്ല, ഒന്നും തന്നോട് ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുമില്ല എന്നാണ് ഇതേയൊക്കെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി പറയുന്നത്. സത്യം പറയുന്ന മുഖ്യമന്ത്രിയല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്നിരിക്കെ ഉമ്മൻചാണ്ടി പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമായി മലയാളികൾ സ്വീകരിക്കും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. മാതൃഭൂമി എന്ന ദിനപത്രവും ഇതുതന്നെയാണ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്.
മാതൃഭൂമി പറയുന്നത് കാണുക. കോഴ ഫോൺ സംഭാഷണങ്ങൾ പുറത്ത്, ശബ്ദരേഖയിൽ തീയായിരുന്നു, ആ തീ UDFനെ ഉലയ്ക്കുന്ന കാട്ടുതീയായി പടരുന്നു, UDF കലങ്ങി മറിയുന്നു തുടങ്ങിയ വിശേഷണങ്ങളാണ് മാതൃഭൂമി UDFനോട് സൗമനസ്യം കാണിക്കുന്ന പത്രത്തിന് പോലും എഴുതേണ്ടി വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടക്കാരിൽ നിന്ന് KM മാണി 19 കോടി വാങ്ങിയെന്ന് പിള്ള ആരോപണമുന്നയിച്ച ബിജുവിന് PC ജോർജിൻ്റെ പരോക്ഷ പിന്തുണയും. വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി തരുന്നത് ഇപ്രകാരം. അടച്ച ബാറുകൾ തുറക്കുന്നതിന് മന്ത്രി KM മാണി 1 കോടി വാങ്ങിയെന്ന ആരോപണത്തിന് പിന്നാലെ സ്വർണ്ണക്കടക്കാരിൽ നിന്ന് മാണി 19 കോടി വാങ്ങിയതായുള്ള R ബാലകൃഷ്ണപിള്ളയുടെ ഫോൺ സംഭാഷണം പുറത്ത്. ബാർ വിഷയത്തിൽ കോഴ ആരോപണമുന്നയിച്ച ബിജു രമേശിനോടാണ് മാണി 19 കോടി വാങ്ങിയെന്ന് പിള്ള പറയുന്നത്. ഒരു ഉടമയാണ് മാണിക്ക് പണം വാങ്ങി നൽകിയത്. തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ പണം വാങ്ങിയത്. റൈസ് മില്ലുകാരിൽ നിന്ന് 2 കോടി വാങ്ങിയതും പിള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു എന്ന് പറയുമ്പം ഇരുവരും ഈ ഫോൺ സംഭാഷണം നിഷേധിച്ചിട്ടേയില്ല. തങ്ങൾ തന്നെയാണ് ബിജു രമേശുമായി സംസാരിച്ചിരിക്കുന്നത് എന്നും ശബ്ദരേഖയിൽ തങ്ങളുടെ ശബ്ദം തന്നെയാണ് ഓതൻറ്റിക് ഈ ശബ്ദം എന്ന നിലയ്ക്ക് ആണ്, ആധികാരികമാണ് ഈ ശബ്ദം എന്ന നിലയ്ക്ക് ഇരുവരും പറഞ്ഞിരിക്കുന്നു. എന്നാൽ PC ജോർജ് പറഞ്ഞത് മാണിയെ രക്ഷിക്കാനാണ് താൻ തത്രപ്പെട്ട് ഇടപെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴാണ് ഒന്ന് കാണണമല്ലോ എന്ന് ബിജു രമേശിനോട് ആവശ്യപ്പെട്ടിരുന്നത് മാണി സാറിനെ, തൻ്റെ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് PC ജോർജ് പറയുന്നത്. പക്ഷേ PC ജോർജിൻ്റെ ശബ്ദരേഖ അതിൻ്റെ പൂർണ്ണ രൂപം തന്നെ ഏറ്റവും നന്നായി മാതൃഭൂമിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. മംഗളവും മറ്റു പത്രങ്ങളും അത് പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഒരു ചിരിയെക്കുറിച്ച് നാം ശബ്ദരേഖയിൽ കേട്ട ചിരിയുണ്ടല്ലോ, PC ജോർജിൻ്റെ കൊലച്ചിരി. ആ കൊലച്ചിരി മാണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് തന്നെയാണ് എന്ന് കേൾക്കുന്നവർക്ക് ഒരു സംശയവുമില്ലെങ്കിലും കൊലച്ചിരി ചിരിച്ചുകൊണ്ടാണ് KM മാണിയെ രക്ഷിക്കാൻ PC ജോർജ് ശ്രമിച്ചത് എന്ന നിലയ്ക്കുള്ള അപഹാസ്യതയും വെളിവാക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ. ഈ സാഹചര്യത്തിൽ UDF കലങ്ങി മറിയുന്നു എന്നാണ് മാതൃഭൂമി നിരീക്ഷിക്കുന്നത്. ആ വാർത്തയും ഒന്നാം പുറത്ത് മാതൃഭൂമി തരുന്നു കാണുക. ഘടകകക്ഷികളുടെ തമ്മിലടിയും കോഴ ആരോപണങ്ങളും UDFലെ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു. KM മാണിക്കെതിരെ മറ്റൊരു കേരള കോൺഗ്രസ് നേതാവ് R ബാലകൃഷ്ണപിള്ളയുടെ ആരോപണങ്ങളടങ്ങിയ ഫോൺ സംഭാഷണം പുറത്തു വന്നത് ഐക്യമുന്നണിയിലെ ഐക്യത്തിൻ്റെ തോത് വ്യക്തമാക്കുന്നു. KM മാണിയുടെ രക്ഷകനായി നിൽക്കുന്ന PC ജോർജിൻ്റെ ആത്മാർത്ഥതയും ഫോൺ സംഭാഷണങ്ങളിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് KM മാണിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമത്തിനിടയിൽ UDF കലങ്ങി മറിയുകയാണ് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബിജു രമേശ് വാക്കുപാലിച്ചു. അദ്ദേഹം തെളിവുകളുടെ ഒരു ഭാഗം പുറത്തേക്ക് വിടുകയുണ്ടായി. അതുകൊണ്ടും തീർന്നില്ല. ഇന്നും ബിജു രമേശ് ഖണ്ഡശയായി തെളിവ് നൽകുന്നതിൻ്റെ ഭാഗമായി ഇന്നും തെളിവ് പുറത്തേക്ക് വരും. അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾക്ക് അത് വലിയ ഒരു വിഭവ സദ്യ ഒരുക്കുകയും ചെയ്യും. വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി പറയുന്നത് കാണുക. ബാർക്കോഴ മന്ത്രിമാർക്കെതിരായ തെളിവ് ഇന്ന് വിജിലൻസിന് നൽകുമെന്ന് ബിജു രമേശ്. ബാർക്കോഴ വിഷയത്തിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ചൊവ്വാഴ്ച വിജിലൻസിന് കൈമാറുമെന്ന് ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് പറഞ്ഞു. മന്ത്രിമാരുൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കേസിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തെളിവുകൾ കൈമാറും. എല്ലാ രേഖകളും വിജിലൻസിന് കൈമാറിയാൽ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിജിലൻസിന് നൽകുന്ന പല രേഖകളും പുറത്തു പോകുന്നു. അതിനാൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുമെന്നും ബിജു രമേശ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒന്നിന് പിറകെ ഒന്നായി തെളിവുകൾ ബിജു രമേശിൻ്റെ സൗകര്യാർത്ഥം അദ്ദേഹത്തിന് ലഭിക്കുന്ന നിയമ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരും എന്ന് ബിജു രമേശ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ എല്ലാ ചർച്ചകളിലും ബിജു രമേശിനെ ആങ്കർമാറിട്ട് പൊരിക്കുന്നത് നാം കാണുകയുണ്ടായി. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ബിജു രമേശ് കേരളത്തിലെ ഒരു കച്ചവടക്കാരനാണ്, ഒരു ഉൽപ്പാദകൻ പോലുമല്ല.
അത്തരത്തിലുള്ള ഒരു കച്ചവടക്കാരൻ്റെ കച്ചവട താൽപ്പര്യം സംരക്ഷിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ കർത്തവ്യം. അല്ലാതെ ഒരു പൗരാവകാശ പ്രവർത്തകനൊന്നുമല്ലല്ലോ ബിജു രമേശ്. അതുകൊണ്ട് ബിജു രമേശ് പൗരാവകാശം സംരക്ഷിച്ചില്ല എന്ന ആക്ഷേപമൊന്നും ആരും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കരുത്. തൻ്റെ കച്ചവട താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നതും മാത്രമാണ് ബിജു രമേശിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ സമരം മാത്രമേ അദ്ദേഹം നടത്തേണ്ടതുള്ളൂ. മറിച്ച് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം, ഇതുവരെയുള്ള ആക്ഷേപം എടുത്തു വെച്ചാൽ നമുക്ക് ഇവിടെ തെളിഞ്ഞു കാണുന്നത് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അന്വേഷണ പ്രഹസനമുണ്ടല്ലോ. ആ അന്വേഷണ പ്രഹസനം സത്യം പുറത്തു കൊണ്ടുവരാൻ ഇടയില്ലാത്ത പ്രഹസനമാണ്. അതുകൊണ്ട് ബിജു രമേശിനെ പൗരാവകാശ പ്രവർത്തകൻ എന്ന് പറയുന്നതിന് പകരം, എന്ന് തെറ്റിദ്ധരിക്കുന്നതിന് പകരം, ചാനൽ ചർച്ചയിൽ പൊരിക്കുന്നതിന് പകരം അതേ ആങ്കർമാർ തീരുമാനിക്കേണ്ടത് ബിജു രമേശിന് നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ലഭിക്കേണ്ട യഥാർത്ഥ നീതി ലഭിച്ചുവോ ഇല്ലയോ എന്നതാണ്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരാണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെയാണ് പൊരിക്കേണ്ടത്. അല്ലാതെ ഒരു കച്ചവടക്കാരൻ മാത്രമായ ബിജു രമേശിനെ അല്ല പൊരിക്കേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ മാധ്യമ വിശാരദന്മാർ തെറ്റായ കാര്യമാണ് ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിജു രമേശ് ഒരു സാക്ഷി മാത്രമാണ്, പ്രതി പോലുമല്ല. സാക്ഷിക്ക് ഏത് സാഹചര്യത്തിലും, എന്തിന് പ്രതിക്ക് പോലും ഏത് സാഹചര്യത്തിലും അവർക്കറിയുന്ന കാര്യങ്ങൾ മൂടി വയ്ക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതറിയാതെ ഇരുന്ന് ഗോഗ്വ വിളിക്കരുത് ചാനലുകളിൽ ആങ്കർമാർ. ഇന്നത്തെ ദേശാഭിമാനി പത്രം അതിൻ്റെ 1-ാം പേജിൽ ആദ്യ വാർത്തയായി ഈ വാർത്ത തന്നെ കൊടുക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ നാവായിരിക്കുന്ന ദേശാഭിമാനി അപ്രകാരം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിള്ളയുടെ ഫോൺ സംഭാഷണം പുറത്ത്. മാണി 21 കോടി രൂപ വാങ്ങി. ചില്ലറ പണമല്ല, മാണി സാർ പിരിച്ചു കളഞ്ഞത് ആളുകളെ പറ്റിച്ച് എന്നാണ് ഈ വാർത്ത പറയുന്നത്. KM മാണിയെ രക്ഷിക്കാനാണ് താൻ ശ്രമിച്ചത് എന്ന് PC ജോർജ് പാലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബിജു രമേശ് എന്നെ വിളിക്കുകയായിരുന്നു, അപ്പോൾ നേരിൽ കാണണമെന്ന് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തെ രക്ഷിക്കാനാണ് PC ജോർജ് ശ്രമിച്ചത്. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം മാണി സാറിൻ്റെ കേരള കോൺഗ്രസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാവിയുണ്ടല്ലോ, അത് നിശേഷം ഇരുട്ടിലായി കഴിഞ്ഞിട്ടുണ്ടാകണം ഈ വെളിവാക്കലിൻ്റെ ഭാഗമായി. ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന കൗതുകകരമായ മറ്റു വാർത്തകളിലൊന്ന് ദില്ലിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചാണ്. ദില്ലിക്ക് സ്വന്തമായി 7 MP മാരുണ്ട്. ആ 7 MP മാരും BJPയിലുള്ളവരാണ്. മറ്റ് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയിലെയും ആരെയും ജയിപ്പിച്ചെടുക്കാൻ അവിടെ ആർക്കും കഴിയാത്ത സാഹചര്യത്തിൽ BJPക്ക് ഈസിയായി ഭരണനേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിക്കുക സ്വാഭാവികം. എന്നാൽ BJP വിചാരിച്ചത് മാതിരി അത്ര എളുപ്പമല്ല ദില്ലി എന്ന് മനസ്സിലാക്കിയപ്പോൾ BJPക്കാർക്ക് സ്വന്തമായി അവതരിപ്പിക്കാൻ അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലുമില്ല എന്ന് തിരിച്ചറിഞ്ഞു. ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്ന ദില്ലിയിൽ, സജീവമായി പ്രവർത്തിക്കുന്ന ദില്ലിയിൽ ഇപ്പോഴും അവിടുത്തെ ഇടത്തരക്കാരും സാധാരണക്കാരുമായ വോട്ടർമാർ അഴിമതി വിരുദ്ധ മുഖച്ഛായയുള്ള നേതാക്കളെയാണ് ആഗ്രഹിക്കുന്നത്. BJPക്ക് അത്തരം മുഖച്ഛായ ഇല്ലാത്തതിനാൽ എവിടെ ലഭിക്കും അത്തരൊരു മുഖച്ഛായ എന്ന് നോക്കി അമിത്ഷാ നടന്ന് ഒടുവിൽ അണ്ണാ ഹസാരയുടെ പ്രക്ഷോഭത്തിന് അരങ്ങിലെത്തിയ ഒരാളെ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. പാവം അമിത്ഷായ്ക്ക്. അങ്ങനെ കണ്ടെത്തിയ ആളാണ് കിരൺ ബേദി. കിരൺ ബേദി ആം ആദ്മി പാർട്ടിയിൽ ഒരു കാലഘട്ടത്തിലും ചേർന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടി രൂപീകരണ കാര്യത്തിൽ അണ്ണാ ഹസാരയെ പോലെ കിരൺ ബേദിക്കും വിദ്വേഷമുണ്ടായിരുന്നു, വിയോജിപ്പുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അണ്ണാ ഹസാരെ പ്രസ്ഥാനത്തിൻ്റെ തിളക്കമുള്ള മുഖമായിരുന്ന കിരൺ ബേദിയെ BJP സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇന്നലെ അവിടെ ചേർന്ന സമ്മേളനത്തിൽ കിരൺ ബേദിയെ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ദില്ലി BJPയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ത്? ദേശാഭിമാനിയുടെ പൊതുവാർത്താ പേജ് തരുന്നത് കാണുക. കിരൺ ബേദിയുടെ വരവിൽ BJPയിൽ അസ്വസ്ഥത. മുൻ IPS ഉദ്യോഗസ്ഥയും അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലെ അംഗവുമായിരുന്ന കിരൺ ബേദിയുടെ BJPയിലേക്കുള്ള വരവ് ദില്ലി ഘടകത്തിൽ അസ്വസ്ഥത പടർത്തുന്നു. കൂടിയാലോചന നടത്താതെയാണ് ബേദിയെ പാർട്ടിയിലെടുത്തത് എന്ന്
മുതിർന്ന നേതാവ് ജഗദീഷ് മുഖി പറഞ്ഞു. ഞായറാഴ്ച വേദിയൊരുക്കിയ വിരുന്നിൽ നിന്ന് ഡൽഹിയിലെ 3 MP-മാർ വിട്ടുനിന്നു. പാർട്ടിയിൽ ഒരു ദിവസത്തെ പ്രവർത്തന പാരമ്പര്യം മാത്രമുള്ള വേദിക്ക് MP-മാരെ ക്ഷണിച്ചു വരുത്താൻ എന്താണ് അവകാശമെന്ന് ഒരു BJP നേതാവ് ചോദിച്ചു. അവർ MP-മാരെ അങ്ങോട്ട് പോയി കാണുകയാണ് വേണ്ടിയിരുന്നത് എന്നും തുടർന്ന് അവർ നിലപാട് കൈക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ കിരൺ ബേദി വന്ന വകയിൽ BJPയിലാണ് വിള്ളലുകൾ ഉണ്ടായത് എന്ന് പറയുമ്പോൾ വേണ്ടും വണ്ണം ഉയർത്തിക്കാണിക്കാൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലാത്ത BJPയിൽ കൂടുതൽ ആശങ്കയാണ് പടരുന്നത്. മോദി പ്രഭാവം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നന്നായി മനസ്സിലാക്കുന്ന BJPക്കാർ ഇത്തവണ കിരൺ മോദിയുടെ പ്രഭാവത്തിന് പിന്നിൽ നിന്ന് തടി കൈച്ചിലാക്കാൻ കഴിയുമോ എന്നാലോചിക്കുന്ന ഒരവസ്ഥയിലാണ് ദില്ലി രാഷ്ട്രീയം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കിരൺ ബേദി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിരിക്കുന്നു. BJPയിൽ അതിൻ്റെ ഭാഗമായി അമർഷം പുകയുന്നു എന്ന നിലയ്ക്കാണ് വാർത്തകൾ നമ്മെ തേടിയെത്തുന്നത്. അതുവഴി കിരൺ ബേദി തന്നെയാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ദില്ലിയിൽ നിന്ന് ഇന്ന് നമ്മെ തേടിയെത്തുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. ദില്ലി രാഷ്ട്രീയം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സുനന്ദ പുഷ്കറുടെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് അവരുടെ ഭർത്താവ് ശശി തരൂരിനെ പോലീസ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ 1 വർഷവും 2 ദിവസവും കഴിഞ്ഞിരിക്കുന്നു സുനന്ദ പുഷ്കർ കൊല്ലപ്പെട്ടിട്ട്. 1 വർഷവും 2 ദിവസവും കഴിയുന്നു. അതിനിടയിൽ ഒരു സർക്കാർ മാറി വന്നിരിക്കുന്നു. മാറി വന്ന സർക്കാരിൻ്റെ പശ്ചാത്തലത്തിൽ ഭർത്താവ് കൂടിയായ മുൻ മന്ത്രി ഇപ്പോൾ MP ശശി തരൂരിനെ പോലീസ് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്ത വാർത്തകൾ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു പത്രലോ. കേരള കൗമുദിയുടെ 1-ാം പുറം വാർത്ത കാണുക. തരൂരിനെ ചോദ്യം ചെയ്തു എന്നാണ് ആ വാർത്തയ്ക്ക് അവർ നൽകിയിരിക്കുന്ന ശീർഷകം. സുനന്ദ പുഷ്കറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രി 8 മണിയോടെ വസന്ത് വിഹാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ തരൂരിനെ SIT ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് പ്രേംനാഥ്, ADCP PS കുശ്വാഹ എന്നിവരും 2 ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന സംഘമാണ് ചോദ്യം ചെയ്തത്. ശശി തരൂരിനെ ഇത് ആദ്യഘട്ട ചോദ്യം ചെയ്യലിനാണ് വിധേയനാക്കിയത്. ഇന്ന് 2ാം ഘട്ടം ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് പറഞ്ഞാൽ നാളെയും ഇതുമായി ബന്ധിപ്പിച്ച് വാർത്തകളുണ്ടാകും. 3 ഘട്ടങ്ങളായാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നും പത്രങ്ങൾ നമ്മോട് പറയുന്നു. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ ശശി തരൂരിനോട് 50 ചോദ്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചത് എന്ന് മംഗളം എന്ന പത്രം പൊതുവൃത്താന്തം പേജിൽ നമ്മോട് പറയുന്നു. കാണുക. തരൂർ നേരിട്ടത് 50 ചോദ്യങ്ങൾ. സുനന്ദ പുഷ്കർ കൊലക്കേസിൽ ദില്ലി പോലീസിൽ നിന്ന് ശശി തരൂർ MP നേരിട്ടത് 50 ചോദ്യങ്ങൾ. സുനന്ദയുടെ ശരീരത്തിലെ മുറിവുകളെക്കുറിച്ചായിരുന്നു പ്രധാനമായി പോലീസിന് അറിയേണ്ടിയിരുന്നത്. സുനന്ദയ്ക്ക് ലൂപ്പസ് രോഗമുണ്ടായിരുന്നു എന്ന വാദത്തിന് തെളിവുമാരാഞ്ഞു. അവർക്ക് രോഗമില്ലെന്നാണ് അവസാന മെഡിക്കൽ റിപ്പോർട്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഭക്ഷണത്തിലൂടെയോ കുത്തിവയ്പ്പിലൂടെയോ ആകാം വിഷം സുനന്ദയുടെ ഉള്ളിൽ ചെന്നതെന്നാണ് പോലീസ് നിഗമനം. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും തരൂരിന് നേരിടേണ്ടി വന്നു. ആദ്യഘട്ടം 50 ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. ഇന്ന് ബാക്കി ചോദ്യങ്ങൾ നേരിടും. 3ാം ഘട്ടവും ഒരു പറ്റം ചോദ്യങ്ങൾ തരൂരിനെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയതെങ്കിൽ ഇവിടുത്തെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു തെരഞ്ഞെടുപ്പ് വിധി എന്നുപോലും നമുക്ക് ഇത്തരുണത്തിൽ അനുമാനിക്കാം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം കേന്ദ്രത്തിൽ 7 മാസം പിന്നിട്ടപ്പോൾ 1 മാസത്തിന് 1-ലധികം എന്ന കണക്കിൽ 8 ഓർഡിനൻസുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് വന്നത്. ഇതൊരു പക്ഷേ ഒരു അപൂർവ റെക്കോർഡായിരിക്കും. പാർലമെൻറ്റിൽ ഒരു സമവായമില്ലാത്തതിനാൽ രാജ്യസഭാ ബില്ലുകൾ പാസ്സാക്കാതെ പോവുകയുണ്ടായി. അതൊന്നും വകവെക്കാതെ നിഷ്കരുണം എല്ലാം ഓർഡിനൻസുകളാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു സർവകാല റെക്കോർഡ് സ്ഥാപിച്ച വിരുദ്ധനാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന ഭരണാധിപൻ എന്ന് നമുക്ക് നിസ്സംശയം പറയുകയും ചെയ്യാം. അതേ സംബന്ധിച്ച് പ്രണബ് കുമാർ മുഖർജി നമ്മുടെ പ്രസിഡന്റ് രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായം ഗൗരവതരമായ ഒരു വാർത്തയായി ഈ പത്രങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്നു. സത്യത്തിൽ പ്രസിഡന്റിന് ഭരിക്കുന്ന സർക്കാരിനോട് അതിൻ്റെ നേതാവിനോടുള്ള വിയോജിപ്പ് തന്നെയാണ് ഈ അഭിപ്രായ പ്രകടനത്തോടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നതിനാൽ മലയാള മനോരമ ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നത് കാണുക. ഓർഡിനൻസ് ഭരണം ഒഴിവാക്കൂ എന്നാണ് പ്രണബ് കുമാർ മുഖർജി പറഞ്ഞിരിക്കുന്നത്.
പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത് അഭികാമ്യമായിരിക്കില്ല. പാർലമെൻറ്റ് തടസ്സപ്പെടാതിരിക്കാൻ യോജിച്ച വഴി വേറെ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നും പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. സാധാരണ സാഹചര്യങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കണമെന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി അഭിപ്രായപ്പെട്ടു. പാർലമെൻറ്റ് പ്രവർത്തിക്കാനും നിയമനിർമ്മാണം നടത്താനും ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച് വഴി കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൻ്റെ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 8 ഓർഡിനൻസുകൾ പുറത്തിറക്കിയിരിക്കുന്നു. പാർലമെൻറ്റിൽ നിയമനിർമ്മാണത്തിന് കഴിയാത്തത് കൊണ്ടാണ് ഇത് വേണ്ടി വന്നത് എന്ന് പരിതപിക്കുന്നു നമ്മുടെ പ്രസിഡന്റ്. ഇനി മറ്റൊരു സവിശേഷത, ഇപ്രകാരം തത്രപ്പെട്ടിറക്കിയ ഭൂരിപക്ഷവും ഓർഡിനൻസുകൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്കും പ്രത്യേകിച്ച് അമേരിക്കൻ മൂലധനത്തിനും സൗജന്യങ്ങൾ നൽകുന്നവയാണ്. അതും ഈ വാർത്തയ്ക്കൊപ്പം തന്നെ മനോരമ തന്നിരിക്കുന്നു, കാണുക. പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം പുറത്തിറക്കിയ ഓർഡിനൻസുകൾ ഇവയാണ്. 1. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 26 നിന്ന് 49% ഉയർത്താനുള്ള ഓർഡിനൻസ്. 2. ഭൂമി ഏറ്റെടുക്കലിനുള്ള ഓർഡിനൻസ്. കൽക്കരി ഖനികൾ ലേലം ചെയ്ത് നൽകുന്നതിനുള്ള ഓർഡിനൻസ്. മൈൻസ് ആൻഡ് മിനറൽസ് ഓർഡിനൻസ്. ദില്ലിയിൽ ഈ റിക്ഷകൾ അനുവദിക്കുന്ന ഓർഡിനൻസ് തുടങ്ങി സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്നവയല്ല, മറിച്ച് മൂലധന താൽപ്പര്യങ്ങളെ, പ്രത്യേകിച്ച് വിദേശ മൂലധന താൽപ്പര്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഓർഡിനൻസാണ് തത്രപ്പെട്ട് മോദി പാസ്സാക്കിയെടുത്തിരിക്കുന്നത് എന്നുകൂടി ഈ വാർത്തയിൽ മനോരമ പറയുന്നു. അതുവഴി ആ സർക്കാരിൻ്റെ വർഗ സ്വഭാവം പോലും വിശദീകരിക്കാൻ മനോരമയും നിർബന്ധിതമാകുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. പെട്രോൾ ഡീസൽ വില ഗൗരവതരമായി കുറഞ്ഞു. അതുകൊണ്ട് യാത്രാക്കൂലിയും കുറയ്ക്കേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്തു, തമിഴ്നാടും കർണാടകയും. ആ സാഹചര്യത്തിൽ കേരളത്തിൽ യാത്രാക്കൂലി കുറയ്ക്കാം എന്ന് മന്ത്രി സമ്മതിക്കുന്നു. പക്ഷേ രാമചന്ദ്രൻ കമ്മിറ്റി അതിന് സമ്മതിക്കണം. മന്ത്രി പറഞ്ഞാൽ അവർ സമ്മതിക്കുന്ന കാര്യമേ ഉള്ളൂ. വെറുതെ സ്വാഭാവികം കാര്യങ്ങൾ പറയേണ്ടതില്ല. മാധ്യമം ഒന്നാം പുറത്ത് ആ വാർത്ത തരുന്നു. ടി ജുവിൻ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: ഗതാഗത രംഗത്തെ നിരക്കുകൾ നിർണ്ണയിക്കാൻ നിയോഗിച്ച റിട്ടയേർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി സമ്മതിച്ചാൽ ചരക്ക് യാത്രാക്കൂലികൾ കുറയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് അദ്ദേഹം സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് നേരായി, വല്ലപ്പോഴുമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ദേശീയ ഗെയിംസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ ഗെയിംസിൻ്റെ ട്രാക്കുകളെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഓട്ടം തുടങ്ങുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ്. ഇന്നാണ് ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ സ്കൂൾ മീറ്റ് കേരളം കുതിപ്പ് തുടങ്ങി. 3 സ്വർണം. മംഗളം ഒന്നാം പേജിൽ ആ വാർത്ത വരുന്നു. ശ്യാം ശശീന്ദ്രൻ. 60ാം ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൻ്റെ ആദ്യ ദിനം 3 സ്വർണവുമായി കേരളം കുതിപ്പ് തുടങ്ങി. ആദ്യ ദിവസം നടന്ന 7 ഫൈനലുകളിൽ നിന്ന് 3 സ്വർണവും 3 വെള്ളിയും 1 വെങ്കലവും കേരളം കൈക്കലാക്കി എന്നാണ് ഈ മംഗളം വാർത്ത നമ്മോട് പറയുന്നത്. സെൻസർ ബോർഡ് മേധാവികൾ രാജിവെച്ചതോടെ കേന്ദ്ര സെൻസർ ബോർഡ് ഇല്ലാതായി. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സെൻസർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘാടനത്തെക്കുറിച്ച് തേജസ് എന്ന പത്രം ഉൾപേജിൽ വാർത്ത തരുന്നത് കാണുക. സെൻസർ ബോർഡും കാവിയണിഞ്ഞു. 7 BJPക്കാരാണ് 9 പേരുള്ള സെൻസർ ബോർഡിലുള്ളത്. BJP നേതാക്കളെയും ഹിന്ദുത്വവാദികളെയും ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ സെൻസർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. സിനിമാ നിർമ്മാതാവ് പഹ്ലാജ് നിഹലാനിയാണ് ചെയർപേഴ്സൺ. ബോർഡിലെ മറ്റ് 9 അംഗങ്ങളിൽ 7 പേർ BJP RSS നേതാക്കളാണ്. ഭംഗിയായിരിക്കുന്നു പുനഃസംഘാടനം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഹിന്ദു സ്ത്രീകൾ എത്ര കുട്ടികളെയാണ് പ്രസവിക്കേണ്ടത്? BJP MP ആയ സാക്ഷി മഹാരാജ് നൽകിയ അംഗസംഖ്യ കുറഞ്ഞത് 4 കുട്ടികളെയെങ്കിലും പ്രസവിക്കണം. അങ്ങനെ പ്രസവിക്കപ്പെടുന്ന 4 കുട്ടികളിൽ ഒരാൾ സന്യാസിയാകണം, ഒരാൾ യോദ്ധാവാകണം, എന്ന് പറഞ്ഞാൽ RSS ആകണം എന്ന നിലപാട് സാക്ഷി മഹാരാജ് MP എടുത്തപ്പോൾ ബംഗാളിലെ RSS നേതാവ് അതുകൊണ്ടും തീർന്നില്ല. 4 5 വേണമെന്നാവശ്യപ്പെട്ടു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ശങ്കരാചാര്യർ പറയുന്നു 10 കുട്ടികളെ പ്രസവിക്കണം ഹിന്ദു സ്ത്രീകൾ. ഇനി നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ശങ്കരാചാര്യരുടെ പക്കൽ കുട്ടികളുമായി എത്തുകയാണ് ഹിന്ദു സ്ത്രീകൾ. ഒരു യന്ത്രത്തിലേക്ക് ആ കുട്ടികളെ അദ്ദേഹം ഇടുന്നു. മറുവശത്തുകൂടി എല്ലാവരും RSS ആയി പരിവർത്തിക്കുന്ന കാർട്ടൂൺ ഇന്ന് സുരേന്ദർ ഹിന്ദുവിൽ തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. മലയാളികളായ നമുക്ക് ധാരാളം ആശുപത്രികളുണ്ട്, ധാരാളം സ്കൂളുകളും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. ധാരാളം മലയാളികൾക്ക് കാറുകളും 2 വീലറുകളുമുണ്ട്. എന്നാൽ മലയാളികൾക്കില്ലാത്തത്
വേണ്ട എന്നവർ ശടിക്കുന്നത് റോഡുകളാണ്. റോഡുകൾ നമുക്കില്ല. ഈ ദൃശ്യമൊന്ന് കാണുക. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുൻവശമുള്ള ജംഗ്ഷനാണ് നാം കാണുന്നത്. ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാനാകാത്ത ഇടുങ്ങിയ റോഡും ഗതാഗത കുരുക്കുകളും ചേർന്ന ഈ ചിത്രം ഇന്ന് മാതൃഭൂമി നഗരം പേജാണ് നമുക്ക് തരുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.